തിരുവനന്തപുരം എം സി റോഡിന് തൊട്ടരികത്തായിട്ടാണ് ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തുള്ള വഴി നോക്കിയാൽ നല്ല നീറ്റായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് വശവും ഇതുപോലെ കരിങ്കല്ല് കെട്ടി നല്ല നീറ്റായിട്ടുള്ള സൈഡ് വാളൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള ബേസ്മെൻ്റ് എല്ലാം കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു ഇൻ്റർലോക്ക് തന്നെ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് നീറ്റാക്കിയിട്ടുള്ള പ്ലോട്ടുകളാണ്. 6 സെൻറ്റ് മുതലുള്ള ഹൗസ് പ്ലോട്ടുകൾ നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്തുണ്ട്. നമ്മുടെ വെമ്പായം ജംഗ്ഷന് തൊട്ടരികത്തായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് വെമ്പായം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ വരുമ്പോൾ തന്നെ ഇടതുവശത്ത് ഇന്ത്യൻ ഓയിലിൻ്റെ ഈ ഒരു പമ്പ് കാണാം. അത് കഴിഞ്ഞ ഉടൻ വലത്തോട്ട് കാണുന്ന വഴി ശ്രീ അയ്യപ്പ വചനമഠം ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാം. ഇവിടെ ആയിട്ട് കൊക്കാക്കൂപ്പേൻ്റെ ഒരു ഷോപ്പുണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്, റുമാനി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൻ്റെ അരികത്തൂടെ കാണുന്ന വഴി ഈ ടാർ റോഡ് അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ വലത്തോട്ട് അങ്ങ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. നമുക്കിവിടെ തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരിയധികം സ്കൂൾസ് ഉണ്ട്. അതായത് ഇവിടെ നിന്ന് കന്യാകുളങ്ങര ജംഗ്ഷനിൽ ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഗവൺമെൻറ് ബോയ്സും ഗേൾസും ഹയർ സെക്കൻഡറി സ്കൂൾസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഓക്സ്ഫോർഡിൻ്റെ ഒരു സ്കൂളുണ്ട്, ന്യൂ ഇന്ത്യ സ്കൂളുണ്ട്. ഇങ്ങനെ സ്കൂൾസൊക്കെ തന്നെ ചുറ്റുവട്ടത്തായിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെരപ്പങ്കോട് അക്വാട്ടിക് കോംപ്ലക്സ് ആയി. അത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 1/4-3/4 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. ആ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തുള്ളൊരു ലൊക്കേഷനാണ്. പിന്നെ നമ്മുടെ മെയിൻ ബസ് സ്റ്റോപ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്ലോട്ടിൽ നിന്ന് ഒരു 250 മീറ്റർ വന്നു കഴിഞ്ഞാൽ മെയിൻ ബസ് സ്റ്റോപ്പായി. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബസ് കയറി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെന്നുണ്ടെങ്കിലും വളരെ ഈസിയാണ്. രണ്ട് വശങ്ങളിലും ബസ് സ്റ്റോപ്പ് കാണാൻ സാധിക്കും. അപ്പോൾ മിസ്സാക്കണ്ട, വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 280 മീറ്റർ മാത്രം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തും. അകത്തേക്ക് നല്ല വീതിയുള്ള റോഡ് ഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. പിന്നെ പക്ക കരഭൂമിയാണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തിട്ടപ്പുറമാണ്. അതിനകത്തുനിന്ന് ചെത്തി ഇറക്കിയാണ് നമുക്കിതിൽ ഓരോ പ്ലോട്ടുകളും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ പ്ലോട്ടൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ അതിനകത്തൊരു കിണറടക്കം കിട്ടും കേട്ടോ. ഇതിനകത്ത് പണ്ടൊരു വീടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം മാറ്റിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫുള്ള് വീടുകളുള്ള ലൊക്കേഷൻ. നമുക്കിതിനകത്തൊരു 6 സെൻറ്റ് മുതൽ 10 സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകളായിട്ട് ലഭ്യമാണ്. ഓരോ പ്ലോട്ടുകളും തമ്മിലുള്ള ഡിവിഷൻ വന്നിട്ട് നമുക്കിത് ഇതുപോലെ കരിങ്കല്ല് വെച്ചിട്ടാണ് റീറ്റെയിനിങ് വാളുകൾ ചെയ്തിട്ടുള്ളത്. മേളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇരുവശങ്ങളിലായിട്ട് പ്ലോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലോട്ട് വന്നു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാവുന്നതാണ്. വെമ്പായം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം 700 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ്. ഇവിടെ നിന്ന് എം സി റോഡ്, അതായത് മെയിൻ റോഡിലേക്ക് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും മേളിലത്തെ പ്ലോട്ടാണ്. ഇതൊക്കെ വരുമ്പോൾ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള 10 സെൻറ്റ് സ്ഥലമാണ്. തൊട്ട് താഴത്തെ പ്ലോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, അത് ഓൾറെഡി സെയിലായി. അതുപോലെ നമ്മൾ കയറി വന്നപ്പോൾ ഏറ്റവും താഴെ കാണുന്ന പ്ലോട്ടൊക്കെ സെയിലായതാണ്. നമുക്കിനി ഇതിനകത്ത് നിങ്ങൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലോട്ടുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. എന്നു വെച്ചാൽ ഏറ്റവും മേളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള വീടിൻ്റെ ഒരു വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇവിടെ ചുറ്റും വീടുകളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനാണ്. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട്. ഇപ്പോൾ സ്കൂൾസ് ആയാലും നമുക്കിവിടെ തിരുവനന്തപുരം സിറ്റിയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ബസ് സൗകര്യം എപ്പോഴും ഉണ്ട്. സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും വളരെ പെട്ടെന്ന് വന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. പിന്നെ നമുക്കിവിടെ നിന്ന് എയർപോർട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തൈക്കാട് കയറി അവിടെ നിന്ന് പോത്തങ്കോട് അങ്ങനെ എയർപോർട്ടൊക്കെ പോകാൻ സാധിക്കും. ആ രീതിയിലാണ് ആക്സസിബിലിറ്റി വരുന്നത്. മിസ്സാക്കല്ലേ. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 3.25 ലക്ഷം രൂപ മുതൽ മേളിലേക്കാണ് പ്രൈസ് വരുന്നത്. ഏറ്റവും താഴേക്ക് മെയിൻ റോഡിൽ നിന്ന് അടുത്തോട്ട് കിടക്കുന്ന പ്ലോട്ടാണെങ്കിൽ ചെറിയ രീതിയിലുള്ള പ്രൈസ് വേരിയേഷൻ വരും. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കുക. ഞാൻ ഇതിൻ്റെ ഒരു ഏരിയൽ വിഷ്വൽ ആഡ് ചെയ്തേക്കാം. നല്ല ഭംഗിയുള്ള പ്രോപ്പർട്ടിയാണ്. മിസ്സാക്കല്ലേ. വേഗം തന്നെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കുക.